തമിഴ്നാട് മന്ത്രി കെ പൊന്മുടിയുടെ മന്ത്രിസഭാ പുനഃപ്രവേശം തടഞ്ഞതിന് ഗവർണർ ആർ.എൻ. രവിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. ഗവർണർ കോടതിയെ വെല്ലുവിളിക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് വിമർശിച്ചു. ഭരണഘടനാപരമായി സ്വീകരിക്കേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് കോടതിയുടെ താക്കീത്. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിക്കെതിരായ സുപ്രീംകോടതിയുടെ അതിരൂക്ഷ പരാമർശങ്ങൾ ഇങ്ങനെ. കെ പൊന്മുടിയുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ ഗവർണർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. സുപ്രീംകോടതിയുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് വേണ്ടത്. ഒരാളെ മന്ത്രിയാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ചെയ്യണം. ഗവർണർ ആർ.എൻ. രവിയുടെ നടപടി ഗൗരവമായി കാണുന്നു. ഗവർണർ സ്വീകരിക്കേണ്ട നടപടി ഇതല്ല. ഗവർണർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണം. നിയമാനുസൃതം സ്വീകരിക്കേണ്ട നടപടി ഗവർണർ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നാളെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. ആലങ്കാരികമാണ് ഗവർണർ പദവി. കെ പൊന്മുടിയുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്തുവെന്നാൽ സ്റ്റേ ചെയ്തു എന്നാണ് അർത്ഥം. സത്യപ്രതിജ്ഞ അനുവദിക്കേണ്ടതില്ലെന്ന് ഗവർണറെ ആരാണോ ഉപദേശിച്ചത് ആ ഉപദേശം ശരിയല്ല. ശിക്ഷാവിധി സ്റ്റേ ചെയ്തിട്ടും മന്ത്രിയാക്കാൻ അനുവദിക്കില്ല എന്നാണോ? ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് കെ പൊന്മുടിയുടെ സത്യപ്രതിജ്ഞ എന്ന് ഗവർണർക്ക് എങ്ങനെ പറയാനാകുമെന്നും സുപ്രീംകോടതി ചോദിച്ചു. ഭരണഘടനയെ അനുസരിച്ചില്ലെങ്കിൽ ഗവർണർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിനോടുള്ള ചോദ്യം. സത്യപ്രതിജ്ഞ തടഞ്ഞ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നാളെ വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.